സൂപ്പർ. ഗുഡ് വേണം. നല്ലതാണ്. യൂത്തിനുള്ള പടം, യൂത്തിന് പറ്റി നല്ല പടം. കുറേ നാളായി റിലീസിങ്ങിന് വെച്ചേക്കണ, ഇപ്പോഴും റിലീസായത്. വളരെ സന്തോഷം. ക്യാരക്ടർ വെച്ചാൽ ഫുള്ള് തേപ്പാണ് പടം. അറിയാലോ, ഫുള്ള് തേപ്പാണ്. അപ്പം എന്നെ തേക്കേണ്ട ഒരു 3-4 പേര്, ലാസ്റ്റ് ഞാനും തേപ്പ് കൊടുക്കുന്നുണ്ട്. ഇതാണ് പടം. എല്ലാവരും കാണണം. ഇഷ്ടപ്പെട്ടോ? ഞങ്ങള് വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു പടമാണത്. ഞങ്ങൾ ഏറ്റവും അടുത്ത എന്തായാലും നിങ്ങൾ പടം കാണണം. ഓക്കെ, താങ്ക് യു. അടിപൊളി, സൂപ്പർ സിനിമ. ഒരു ന്യൂജൻ ഒരു സിനിമ, കോളേജ് സ്റ്റുഡൻസിനൊക്കെ ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഒരു സിനിമ. നല്ലൊരു മൂവിയാണ്. കാരണം നേരത്തെ ഇറങ്ങേണ്ട ഒരു സിനിമയാണ് വവ്വാലം പേരയ്ക്ക്. ഓശാന സിനിമ കഴിഞ്ഞ ദിവസം കണ്ടു. ആ ഡയറക്ടർ തന്നെയാണ് മനോജ് അങ്കമാലി. അദ്ദേഹത്തിൻ്റെ ഒരു നല്ലൊരു മൂവിയാണ്. പിന്നെ ജാഫ്രിഡിക്ക് അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു വ്യത്യസ്തമായ ഒരു പ്രമേയം. പിന്നെ അതുപോലെ തന്നെ സുനിൽ സുഗത, അങ്ങനെ ഒരുപാട് പേര് അഭിനയിച്ചു. പിന്നെ നല്ല പാട്ടുകളുണ്ട്. പിന്നെ ചിരിക്കാനുണ്ടായിരുന്നു, ഒരുപാട് ചിരിച്ചു. സത്യം പറഞ്ഞാൽ വവ്വാലം പേരയ്ക്ക് ഒരു വ്യത്യസ്തമായ ഒരു പ്രമേയം. എന്നാലും മനേട്ടനെ ഇനിയും സിനിമകൾ കിട്ടട്ടെ. എല്ലാവരും ആശംസകളാ. ഞാൻ ഒരുപാട് ചിരിച്ചില്ലേ? എന്റെ ചിരി കാരണം തിയേറ്ററിൽ ഭയങ്കര വേണമാണ്. നല്ല ന്യൂജൻ കോമഡി. ഇതിന്റെ സന്ദേശം എന്ന് പറഞ്ഞാൽ ഇന്ന് തേപ്പ് എന്ന് പറഞ്ഞാൽ പ്രണയം. ചിലവർ സത്യസന്ധമായിട്ട് സ്നേഹിക്കും, ചിലവർ തേക്കും. അതിൻ്റെ ഒരു സന്ദേശം കൊടുത്തിരിക്കുന്നത്. കാരണം ചില ചൂഷണം ചെയ്യുന്ന പ്രണയത്തിൻ്റെ പേരിൽ പൈസ വാങ്ങുക, അതുപോലെ തന്നെ ചതിക്കുക, അതിൻ്റെ പേരിൽ ചിലർ ആത്മഹത്യ ചെയ്യുക, അങ്ങനെ ഒരു സന്ദേശം ഈ സിനിമയിലുണ്ട്. ഇപ്പൊ എന്റെ ലൈഫിൽ സംഭവിച്ചത്, ഇപ്പോൾ ഞാൻ പെണ്ണുങ്ങൾ കയ്യിൽ നിന്നാണ് പൈസ മേടിച്ച് ലൈഫ് ചെയ്യണം. ഇത് നേരത്തെ തിരിച്ച് ആണുങ്ങൾക്ക് അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് പെണ്ണുങ്ങളെ സംഭവമാണ്. നമ്മള് നേരെ തിരിച്ചാ. കാരണം നമ്മള് മറ്റേ പെണ്ണുങ്ങളിൽ നിന്ന് പൈസ മേടിച്ച് ഫുഡടിക്കുക, കാര്യങ്ങള് അല്ലല്ല, നമ്മുടെ ലൈഫ് നേരെ തിരിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഒരു ഫാമിലി എന്റർടൈൻമെന്റ്, ഒരു പ്രണയമുണ്ട്, ഫാമിലി ഉണ്ട്, റിവെഞ്ച് ഉണ്ട്, ഒരു പെൺപിള്ളേരുടെ ഒരു അയ്യഞ്ഞാട്ടം എന്ന് പറയാം. ചിത്രമാണ്. അതായത് ചെറുപ്പക്കാർക്ക്, അതായത് യുവ കോളേജ് വിദ്യാർത്ഥികളുടെയൊക്കെ ഒരു കഥ. നമ്മളിത് കണ്ടും കേട്ടറിവ് ഇങ്ങനെ എന്താണ് ഇപ്പോൾ പറയുന്നത്, തേപ്പ് എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു കഥ. എന്തായാലും നല്ല ക്യാമറ, നല്ല ഡയറക്ഷൻ, ആയാലും നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആണ്. എല്ലാവർക്കും വന്ന് കാണാം. വലിയൊരു ഇതൊന്നുമല്ല, അവകാശവാദങ്ങളൊന്നുമില്ല. ഒരുപാട് പുതുമുഖങ്ങളുടെ ഒരു പെർഫോമൻസ് ഉള്ളൊരു ചെറിയൊരു ചിത്രം. കൊള്ളാം. കഥ നല്ല രീതിയിൽ തന്നെ പന്ത്രണ്ട്. എങ്ങനെയുണ്ട്? സ്ക്രീനിൽ കണ്ടപ്പോൾ തോന്നി? ഹാപ്പി മൊമെന്റ് ആണ്. കാരണം നമ്മൾ ഇത്ര നാളും ഒരു 5 years ആയി ഇത് റിലീസാകുന്നതിനെ കാത്തു നിൽക്കുന്നു. കണ്ടതിൽ സന്തോഷം. മലയാളത്തിന്റെ ഉണ്ടല്ലോ. അപ്പം താങ്ക് യു സോ മച്ച്. എങ്ങനെയുണ്ട്? കഥാപാത്രത്തെ കുറിച്ച് പറയും. നല്ല തേപ്പ് കിട്ടുന്നു, തേപ്പ് കൊടുക്കുന്നു. അത് പടം കണ്ട് മനസ്സിലായി. പറയും. അതെ അതെ, ഒരുപാട് പെണ്ണുങ്ങൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അത് ഇപ്പൊ ഈ സിനിമയിൽ കാണിക്കുന്നു, കാണുമ്പോൾ അറിയാൻ പറ്റും. എങ്ങനെയുണ്ട്? താങ്ക് യു. ഫസ്റ്റ് ഫിലിം എന്ന രീതിയിൽ